പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇന്ന് ഈ ലൈവിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ആലപ്പുഴ രൂപതയുടെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം വാർത്താ മാധ്യമങ്ങളിൽ കാണാനിടയായി. അതേറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്കെങ്കിലുമൊക്കെ ചില മരണങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പക്ഷേ മരണപ്പെട്ടവരെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തർക്കവിതർക്കങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മരണശേഷമുള്ള ഒരു നല്ല ഫ്യൂണറൽ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹങ്ങൾ പെട്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും യാതൊരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാതെ കോവിഡ് ബാധിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കോട്ടയത്തും മറ്റും ഇറങ്ങി തടസ്സപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. സാക്ഷര കേരളത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കിയ, പ്രയാസമുണ്ടാക്കിയ ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ആ ദിവസം ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നൊരു മാതൃകയുമായി ബഹുമാനപ്പെട്ട ആനപ്പറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പള്ളിയിൽ തന്നെ, സെമിത്തേരിയിൽ തന്നെ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അംഗങ്ങളെ സംസ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതോടനുബന്ധിച്ച് അത്തരത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തത്. അത് ഒരു മാതൃകയായി നമുക്ക് സ്വീകരിക്കാം. കോവിഡുമായി നമുക്ക് കുറേ നാളുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പക്ഷേ കോവിഡിനെ ഭയപ്പെട്ട് നമുക്ക് മാറി നിൽക്കാനല്ല നമ്മോട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മരണപ്പെടുന്നവരുടെ ശവശരീരം അടക്കുന്നതിനെ എതിർക്കുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അവസരത്തിൽ ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ ഞാൻ എത്തിയത്. ആലപ്പുഴ രൂപതയുടെ വൈദിക ശ്രേഷ്ഠരെയും പിതാക്കന്മാരെയും എല്ലാം ഈ അവസരത്തിൽ അവർ നാടിന് നൽകിയിട്ടുണ്ട് ഈ വലിയ മാതൃകയെ അംഗീകരിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.